നമസ്കാരം. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പോരാട്ടം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വോട്ടർമാരുടെ ഹൃദയത്തിലേക്ക് നേരിട്ടിറങ്ങി ചെല്ലുന്ന ഒരു രാഷ്ട്രീയ നീക്കവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുകയാണ്. ബംഗാളിലെ ഓരോ പൗരനെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയ കത്ത് വെറുമൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണമല്ല, മറിച്ച് തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിനെതിരെയുള്ള ശക്തമായ കുറ്റപത്രമാണ്. ബംഗാളിലെ അമ്മമാരും സഹോദരിമാരും ഭയത്തിന്റെ നിഴലാണെന്ന അദ്ദേഹത്തിന്റെ പരാമർശം സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾക്ക് വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി തന്റെ കത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് ബംഗാളിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കാണ്. ബംഗാൾ എന്ന പുണ്യഭൂമിയിലെ അമ്മമാരും സഹോദരിമാരും ഇന്ന് സ്വന്തം വീട്ടിൽ പോലും ഭയത്തോടെയാണ് കഴിയുന്നതെന്ന് അദ്ദേഹം കുറിക്കുമ്പോൾ അത് സമീപകാലത്ത് ബംഗാളിനെ ഉലച്ച സന്ദേശ് ഖാലി ഉൾപ്പെടെയുള്ള അക്രമ സംഭവങ്ങളിലേക്കുള്ള നേരിട്ടുള്ള വിരൽചൂണ്ടലാണ്. ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടക്കുന്ന അതിക്രമങ്ങൾ ബംഗാളിലെ സ്ത്രീശക്തിയെ തളർത്തുകയാണെന്നും ഇതിനൊരു അറുതി വരുത്താൻ BJPക്ക് മാത്രമേ സാധിക്കൂ എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. സ്ത്രീ വോട്ടർമാർ നിർണായക ബംഗാളിൽ മോദിയുടെ ഈ വൈകാരികമായ ഇടപെടൽ മമതാ ബാനർജിയുടെ ബംഗാളിന്റെ മകൾ എന്ന പ്രചാരണത്തിന് കൃത്യമായ മറുപടിയാണ്. മമതാ ബാനർജി സർക്കാരിന്റെ കേന്ദ്രത്തോടുള്ള തീവ്രമായ അസഹകരണ നിലപാടിനെ പ്രധാനമന്ത്രി കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ആയുഷ്മാൻ ഭാരത് പോലുള്ള ചികിത്സാ പദ്ധതികളും കർഷകർക്ക് നേരിട്ട് പണം നൽകുന്ന PM കിസാൻ പദ്ധതിയും ബംഗാൾ സർക്കാർ തടയുകയാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഡൽഹിയിൽ നിന്ന് ഞാൻ അയക്കുന്ന വികസനത്തിന്റെ ഓരോ രൂപയും ബംഗാളിലെ ദരിദ്രരിലേക്ക് എത്താതിരിക്കാൻ ഇവിടെയുള്ള സർക്കാർ വലിയ മതിൽക്കെട്ടുകൾ തീർക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. കേന്ദ്ര പദ്ധതിയുടെ പേര് മാറ്റി സ്വന്തം നേട്ടമായി ചിത്രീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. മോദി കത്തിൽ തുറന്നടിച്ചു പറയുകയാണിതെല്ലാം. ബംഗാളിന്റെ വികസന മുരടിപ്പിന് കാരണം ഈ ഇരട്ടത്താപ്പാണെന്നും കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരു പാർട്ടി ഭരിക്കുന്ന ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നാൽ മാത്രമേ ബംഗാളിന് അതിന്റെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. തൃണമൂൽ ഭരണത്തിന് കീഴിൽ അഴിമതി ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട സംവിധാനമായി മാറിയെന്ന് പ്രധാനമന്ത്രി ആരോപിക്കുന്നു. സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ സാധാരണക്കാരൻ ഭരണകക്ഷി നേതാക്കൾക്ക് കട്ടുമണി നൽകേണ്ടി വരുന്നത് ബംഗാളിന്റെ ശാപമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. റേഷൻ വിതരണം മുതൽ തൊഴിലുറപ്പ് പദ്ധതി വരെ നീളുന്ന അഴിമതി ശൃംഖലയെ തകർക്കുമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. അഴിമതി രഹിതമായ ഒരു ഭരണം ഉറപ്പാക്കാൻ BJP അധികാരത്തിലേറ്റണമെന്ന് പ്രധാനമന്ത്രി കത്തിലൂടെ അഭ്യർത്ഥിച്ചു. ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന്റെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കത്തിന്റെ വലിയൊരു ഭാഗം മോദി എഴുതിയിരിക്കുന്നത്. ടാഗോറിന്റെ വിഖ്യാതമായ ഭയമില്ലാത്ത മനസ്സ്, വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ എന്ന വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ആത്മവിശ്വാസമുള്ള ഒരു പുതിയ ബംഗാളിനെ അദ്ദേഹം വിഭാവനം ചെയ്യുന്നു. ബംഗാളിലെ അഭ്യസ്ത വിദ്യരായ യുവാക്കൾക്ക് ജോലിക്കായി കേരളത്തിലേക്കോ മുംബൈയിലേക്കോ പോകേണ്ടി വരുന്നത് ബംഗാളിന്റെ പരാജയമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. IT മേഖലയിലും വ്യവസായ മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന് യുവാക്കളെ സ്വന്തം നാട്ടിൽ നിലനിർത്തുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ബംഗാളി ഭാഷയെയും സംസ്കാരത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തുരത്തുമെന്നും ദുർഗാപൂജയും മറ്റ് ആചാരങ്ങളും തടസ്സമില്ലാതെ ആഘോഷിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നു. വിവാദമായ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ചും പ്രധാനമന്ത്രി വ്യക്തമായ സൂചന നൽകി. മതപരമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി തൃണമൂൽ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന അനധികൃത നുഴഞ്ഞുകയറ്റം ബംഗാളിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഇത് തടയാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കത്തിൽ പറഞ്ഞു. ഇത് അതിർത്തി ജില്ലയിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള പരാമർശമാണ്. കത്തിന്റെ സമാപ്തിയിൽ വോട്ടർമാരോട് വളരെ വൈകാരികമായാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇത് വെറുമൊരു സർക്കാരിനെ മാറ്റാനുള്ള തിരഞ്ഞെടുപ്പല്ല, മറിച്ച് ബംഗാളിന്റെ അന്തസ് വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. ആക്രമണങ്ങളെ ഭയപ്പെടാതെ ബൂത്തുകളിലേക്ക് എത്തണമെന്നും ഓരോ വോട്ടും ബംഗാളിന്റെ വിധിമാറ്റാൻ ഉപയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ കത്ത് സോഷ്യൽ മീഡിയയിലും താഴെത്തട്ടിലും വലിയ രീതിയിൽ പ്രചരിപ്പിക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ വൈകാരികമായ കുറിപ്പ് ബംഗാളിലെ നിശബ്ദ വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. അക്രമ രാഷ്ട്രീയത്തിനും അഴിമതിക്കുമെതിരെ ജനവികാരം തിരിക്കാൻ മോദിയുടെ ഈ ലേഖനം ഒരു മൂർച്ചയുള്ള ആയുധമായി മാറുമെന്ന് ഉറപ്പാണ്. ബംഗാളിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുവെന്ന BJPയുടെ അവകാശവാദത്തിന് കരുത്തു പകരുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ നടപടി. ക്രമസമാധാനവും വികസനവും സാംസ്കാരിക ദേശീയതയും ഒരുപോലെ ചർച്ചയാക്കുന്ന ഈ കത്ത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്ന് നിസ്സംശയം പറയാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും
ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.